ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ അലാ അലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ മഖാരിജുൽ ഹുറൂഫാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അല്ലേ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു വരുന്നത് എന്താണ്? 5 മഖ്റജുകളിൽ നിന്നാണ് അറബിയിലെ 28 അക്ഷരങ്ങളും 3 മദ്ദും അല്ലേ പുറപ്പെടുന്നത്. 5 മഖ്റജിൽ നിന്നാണെന്ന്. അതിൽ അൽ ജൗഫ്, അൽ ഹൽക്ക് എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് പഠിക്കുന്നത് അൽ ലിസാനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽ ലിസാൻ അല്ലെങ്കിൽ നാവ്. നാവിൽ 10 മഖ്റജിൽ നിന്നായി 18 അക്ഷരങ്ങളാണ് നാവിൽ നിന്ന് പുറപ്പെടുന്നത് എന്നല്ല നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഇന്നലെ നമ്മൾ നാവിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്തുള്ള അല്ലേ അഖ്സൽ ലിസാനിൽ നിന്നുള്ള 2 അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്, ഖാഫ് ആൻഡ് കാഫ്. അത് നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാവിൻ്റെ മധ്യഭാഗത്തു നിന്ന്, സെൻട്രൽ പാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ വസത്ത ലിസാനിൽ നിന്നുള്ള 3 അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. യാ, ഷീൻ, ജീം, അങ്ങനെ 3 അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. പഠിച്ചത് അഖ്സൽ ലിസാൻ. അഖ്സൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ പിൻഭാഗം. പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് നാവിൻ്റെ ഭാഗമല്ല, നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടല്ലേ, തൊണ്ടയുടെ ലെറ്ററായിട്ട് കാണാം. തൊണ്ടയുടെ ഭാഗമായിട്ടാണ് തജ്വീദിക്കൽ ഈ ഒരു ഏരിയയെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ ഖാഫ് ആൻഡ് കാഫ് ഇതാ ഈ ഒരു മഖ്റജിൽ നിന്ന്, നാവിൻ്റെ പിൻഭാഗം അഖ്സൽ ലിസാനിൽ നിന്ന്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള 3 അക്ഷരങ്ങൾ പുറപ്പെടുന്നത് നാവിൻ്റെ മധ്യഭാഗത്തു നിന്ന് അല്ലെങ്കിൽ വസത്തൽ ലിസാൻ. ഓക്കെ, അപ്പോൾ വസത്തൽ ലിസാനും പറഞ്ഞു കഴിഞ്ഞു തൊട്ട് മുകളിലുള്ള അണ്ണാക്കുമായിട്ട് കൂട്ടിമുട്ടുന്ന സമയത്താണ് എന്തുണ്ടാക്കുന്നത്, ഈ 3 അക്ഷരങ്ങളും പുറപ്പെടുന്നത്. ഈ 3 അക്ഷരങ്ങളും ലൈറ്റ് ലെറ്റേഴ്സാണ്. ജീം, ഷീൻ, യാ. 3 അക്ഷരത്തിനും ഒരേ മഖ്റജാണ് അല്ലേ, ഒരേ മഖ്റജ് പോയിൻ്റാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ 3 അക്ഷരവും ഒരേ മഖ്റജിൽ പോയിന്റിൽ നിന്ന് വരുന്ന സമയത്ത് ഒരേപോലെ അല്ലല്ലോ അല്ലേ. ജീം വേറെ, ഷീൻ വേറെ, യാ വേറെ. അപ്പോൾ അതിൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്വഭാവങ്ങൾ വ്യത്യാസമുണ്ട്. 3 അക്ഷരത്തിൻ്റെയും ഒരു സ്വഭാവം സെയിമാണ്, 3 ലൈറ്റ് ലെറ്റേഴ്സാണ്. പക്ഷേ ഇതിന് വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്, വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള അക്ഷരങ്ങളാണിതൊക്കെ. തന്നെയുമല്ല മഖ്റജിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്, മഖ്റജിൻ്റെ പോയിന്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അക്ഷരത്തിൻ്റെ പേര് ഹുറൂഫ് ഷജരിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിനകത്ത് പിന്നെ വായയുടെ ഉള്ളിലുള്ള 2 കവിളല്ലുകളുടെ ഇടയിലുള്ള ഭാഗത്തിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളായതുകൊണ്ടാണ്. ആ 2 കവിളല്ലിൻ്റെയും അല്ലേ അതിനുള്ളിലുള്ള ഭാഗത്തിനെ പറയുന്നത് ഷജറുൽ ഫം എന്നാണ് പറയുക. ഫം എന്ന് പറഞ്ഞാൽ വായ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ അക്ഷരങ്ങൾ എന്ത് പറയുന്നത്, ഹുറൂഫു ഷജരിയ. ഗ്രീന് അല്ല എഴുതിയത് കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്കിനി ഓരോന്നിനെയും നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ മഖ്റജ് പോയിൻ്റിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തേത് ജീമാണ്. ജീമിൻ്റെ മഖ്റജ് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ. ഈ ഒരു ഡോട്ടുള്ള സ്ഥലമല്ലേ, നാവിനെ നമ്മൾ ഉയർത്തിയിട്ട് സെൻട്രലിനെ ഉയർത്തുക. നമ്മൾ നാവിനെ ഉയർത്തുക എന്നറിയുന്നത് ബാക്ക് സൈഡിൽ ഉയർത്തുന്നത് ഹെവി ലെറ്റർ പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക് സൈഡ് ഉയർത്തും. അതല്ല കേട്ടോ, അത് നമ്മൾ അക്ഷരങ്ങളുടെ സ്വഭാവം പഠിക്കുന്ന സമയത്ത് അത് നമ്മൾ പഠിക്കും. ഇവിടെ നമ്മൾ ഈ അക്ഷരത്തിൻ്റെ മഖ്റജാണെന്ത്, ഈ നാവിൻ്റെ നടുഭാഗം ഉയർത്തിയിട്ട് എവിടെ തൊടിയിക്കണം, മേലെയുള്ള കട്ടിയുള്ളല്ലേ എല്ലുള്ള ഭാഗമല്ലേ അണ്ണാക്കിൻ്റെ. ഓക്കെ, എല്ലുള്ള അണ്ണാക്കിൽ അല്ലെങ്കിൽ അവിടെ ടച്ച് ചെയ്തിട്ടാണ് ഈ നാവും ഈ അണ്ണാക്കിൻ്റെ ഭാഗം കൂടി ടച്ച് ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത് അല്ലേ, ജീം എന്നുള്ള അക്ഷരം ഉണ്ടാകുന്നത്. അപ്പോൾ ജീം എന്നുള്ള ലെറ്ററിനെ അവിടെ ടച്ച് ചെയ്യണം, നമ്മളവിടെ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു ലെറ്ററിനെ ഇവിടെ നാവും
അതേപോലെ തന്നെ മുകളിലുള്ള അണ്ണാക്ക് ഹാർഡ് പാലറ്റ് തമ്മിൽ എന്തുണ്ടാകാൻ പാടില്ല, ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അതവിടെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീമിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ഈ മഹ്റജ് യൂസ് ചെയ്യുന്ന രണ്ട് സെയിം മഹ്റജാണ്, രണ്ടല്ല 3 ലെറ്റർ ഉണ്ടല്ലോ, 3നും സെയിം മഹ്റജാണ്. ഈ മഹ്റജ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ അക്ഷരം 3 രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഷീനിലോട്ട് ഒരു ചായ്വ് ഉണ്ടാവും. ജീമിന് ജീം, ജ, ജീം. അപ്പോൾ നമ്മൾ ജീമിനെ ഉച്ചരിക്കുന്ന സമയത്ത് ഹാർഡ് പാലറ്റും ഈ നാവിൻ്റെ നമ്മൾ പൊക്കിക്കൊണ്ടുപോയി നാവിൻ്റെ സെൻറ്ററിലാണ്, നടുഭാഗമാണ് നമ്മൾ പൊന്തിച്ച് കൊണ്ടുപോയിട്ട് ആ ഒരു മേലെ അണ്ണാക്കിൻ്റെ ഹാർഡ് ഭാഗം, അതും അതിൻ്റെ സെൻറ്റർ ഭാഗമായിരിക്കും, അത് മധ്യഭാഗത്തായിരിക്കും. അവിടെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീമിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ ഇത് തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. ഗ്യാപ്പ് ഉണ്ടായാൽ എന്തില്ല, ഗ്യാപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ കറക്റ്റ് ജീമ് വരില്ല. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. അതിൻ്റെ മഹ്റജാണിത്. നാവിൻ്റെ മധ്യഭാഗം, അതിൻ്റെ മുകളിലെ അണ്ണാക്കിൻ്റെ കനത്ത ഭാഗം എന്ന് പറഞ്ഞാൽ എല്ലുള്ള ഭാഗം. ഓക്കെ. ഹാർഡ് പാലറ്റ് അല്ലെങ്കിൽ എല്ല് ഭാഗം. നമ്മൾ ഇന്നലെ ഖാഫിൻ്റെ മഹ്റജ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിലോട്ട് എന്തുണ്ട്, എല്ലില്ലാത്തൊരു ഇറച്ചി ഭാഗമുണ്ട്, സോഫ്റ്റ് പാലറ്റ് ഉണ്ട്. ഓക്കെ. അതുകൊണ്ടാണ് അവിടെ കനത്ത അല്ലെങ്കിൽ എല്ല് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ പാർട്ടിൽ എല്ലുള്ള ഭാഗം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഹാർഡ് ഭാഗം അതുമായിട്ടാണ് അണ്ണാക്കിൻ്റെ മധ്യത്തിൽ ആണ് എന്ത് തൊടേണ്ടത്, നാവിനെ സ്പർശിക്കുക, നാവിൻ്റെ മധ്യഭാഗം സ്പർശിക്കുക. അപ്പോഴാണ് നമുക്ക് ജീം എന്നുള്ള ലെറ്ററിനെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് ഷീൻ. അപ്പോൾ അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും, നമ്മൾ പറഞ്ഞല്ലോ ഇതിനും സെയിം മഹ്റജ് പോയിൻറ്റുകളാണ്. യൂസ് ചെയ്യുന്ന ഭാഗങ്ങൾ നമ്മളുടെ വായയ്ക്കകത്തുള്ള നാവും ഹാർഡ് പാലറ്റും ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതിന് സെൻട്രൽ ഭാഗം നാവിൻ്റെ നടുഭാഗവുമാണ്, ഹാർഡ് പാലറ്റിൻ്റെ നടുഭാഗവുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജീമിന് നമ്മൾ നേരത്തെ കണ്ടു എന്തില്ല, ഈ മഹ്റജ് പോയിൻറ്റുകൾ തമ്മിൽ ഗ്യാപ്പില്ല, രണ്ടും കൂടി ടച്ച് ചെയ്യുന്നുണ്ട്, മുട്ടിയിട്ടാണ് ജീമ് പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷേ ഷീന് നിങ്ങൾ നോക്കൂ, ചെറിയൊരു ഗ്യാപ്പില്ലേ ഇതവിടെ, ഈ നാവും ഈ ബോണി പാർട്ടും തമ്മിൽ അല്ലെങ്കിൽ ഹാർഡ് പാലറ്റും തമ്മിൽ എന്തുണ്ട്, ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഒരുപാട് ഗ്യാപ്പില്ല, ബട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇതാണ് ഒരു ഡോട്ട് കാണുന്നില്ല, അവിടെയാണ് എന്ത്, ഷീനിൻ്റെ മഹ്റജ് പോയിൻ്റ്. പക്ഷെ അവിടെ ടച്ച് ചെയ്യുന്നില്ല. ഷീൻ എന്തില്ല, ടച്ച് ചെയ്യാണ്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. പക്ഷേ ഒരുപാട് ഗ്യാപ്പില്ല എന്താനും, ഷീൻ. ഓക്കെ. ഷീൻ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുക, ഷീൻ. അപ്പോൾ നേരത്തെ നമ്മൾ നേരത്തെ മഹ്റജ് പോയിൻറ്റും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നു. നേരത്തേതിൽ എന്തില്ല, തീരെ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല അല്ലേ, നേരത്തേതിന് തീരെ ഗ്യാപ്പില്ല. പക്ഷേ ജീമിന് തീരെ ഗ്യാപ്പില്ല. മഹ്റജുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചിട്ടാണ് നമ്മളിതിനെ പ്രൊനൗൺസ് ചെയ്യുക. രണ്ട് സെയിം മഹ്റജാണ്, സെയിം ഭാഗമാണ്. പക്ഷെ അത് ഉച്ചരിക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഗ്യാപ്പുണ്ട്, അതിൽ ഗ്യാപ്പില്ല. അപ്പോൾ ഇതിൻ്റെ മഹ്റജ് നാവിൻ്റെ മധ്യഭാഗം, അതിൻ്റെ മുകളിലെ അണ്ണാക്കിൻ്റെ കനത്ത ഭാഗവുമായി, കനത്ത ഭാഗം നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, ബോണി പാർട്ട് അല്ലെങ്കിൽ ഹാർഡ് പാലറ്റ്, എല്ലുള്ള അണ്ണാക്കിൻ്റെ നടുഭാഗം, നാവിൻ്റെ കനത്ത ഭാഗവുമായി, നാവിൻ്റെ ഇതിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അണ്ണാക്കിൻ്റെ കനത്ത ഭാഗവുമായി നാവിൻ്റെ മധ്യഭാഗം കൂട്ടിമുട്ടിക്കുക. അപ്പോൾ അതിൽ ഒരു ചെറിയ വിടവുണ്ടാവും. ഓക്കെ. ഷീന് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, ഒരു ചെറിയ വിടവുണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് അടുത്ത അക്ഷരം സെയിം മഹ്റജ് പോയിൻ്റ് ഉള്ള അടുത്ത അക്ഷരമാണ് എന്ത്, യാ. അപ്പോൾ യാ നിങ്ങൾ നോക്കൂ, യാഗാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്തുണ്ട്, കൂടുതൽ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. ഈ ഒരു വൈറ്റ് പോയിൻ്റ് കണ്ടില്ലേ, വൈറ്റ് പോയിൻ്റ്, അവിടെയാണെന്ത്, യാടെ മഹ്റജ് ഇതാണ്, യാടെ മഹ്റജ്. അപ്പോൾ അവിടെ എന്താണ്, കൂടുതൽ ഗ്യാപ്പ് ഉണ്ട്. അവിടെ ഗ്യാപ്പ് കൂടുതൽ കാണുന്നുണ്ടല്ലോ, ഗ്യാപ്പുകൾ. നേരത്തെ ഷീനിനെ കാണാൻ ജീമിന് ഗ്യാപ്പേ ഇല്ല, ഷീനിന് ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. പക്ഷേ യാക്ക് എന്തുണ്ട്, കൂടുതൽ ഗ്യാപ്പുണ്ട്.
അപ്പോൾ ഈ രണ്ട് തരത്തിലെ ഈ ഇവിടെ അടിയിൽ എഴുതിയ ഒരു പോയിന്റ് കണ്ടില്ലേ, മദ്ദല്ലാത്ത മദ്ദിൻ്റെ അക്ഷരം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അൽ ജൗഫ് പഠിച്ചപ്പം മദ്ദിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മദ്ദിൻ്റെ മഹ്റജ് പോയിന്റ് ഇതല്ല. മദ്ദിൻ്റെ മഹ്റജ് പോയിന്റ് ജൗഫായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. വായയുടെയും തൊണ്ടയുടെയൊക്കെ ഒഴിഞ്ഞ ഭാഗത്ത് നിന്നാണ് എന്ത് വരുന്നത്, മദ്ദി വരുന്നത്. മദ്ദിയായിട്ടുള്ള മദ്ദിയ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷനിൽ വ്യത്യാസമുണ്ട്. മദ്ദിയെ നമ്മൾ എന്ന് പറഞ്ഞിട്ട് പ്രൊനൗൺസ് ചെയ്യൂല. പിന്നെ നമ്മളെന്താണ് അല്ലേ, കെസ്റയെ നീട്ടാൻ വേണ്ടി ഒരു കെസ്റയുള്ള അക്ഷരത്തിന് തൊട്ട് ശേഷം വരുന്ന മദ്ദാണെന്ത്, അപ്പോൾ കെസ്റയെ നീട്ടാൻ വേണ്ടിയാണെന്ത് യൂസ് ചെയ്യുക, മദ്ദിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മദ്ദിന് എല്ലാ സമയത്തും സുക്കൂനേ ഉണ്ടാവുള്ളൂ, അതിന് ഹർക്കത്ത് ഉണ്ടാവില്ല, സുക്കൂനേ ഉണ്ടാവുള്ളൂ. തന്നെയുമല്ല പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് എന്നുള്ളത് പ്രൊനൗൺസിയേഷൻ അവിടെ വരുന്നില്ല, എന്നാണ് പറയുക. കൂടുതൽ നീട്ടാനുണ്ടെങ്കിൽ പറയും. ഓക്കെ, ക്ലിയറായി വിചാരിക്കുക. എന്നുള്ള ലെറ്റർ എന്തുണ്ട്, എല്ലാ ഹർക്കത്തുകളും ഉണ്ട്. ഫത്താഹ്, കിസ്റ, ലമ്മ, സുക്കൂൻ, അങ്ങനെ എല്ലാ ഹർക്കത്തിലും സുക്കൂനിലും കാണുന്നതാണ് ലെറ്റർ. ഓക്കെ, മദ്ദിയാണെങ്കിൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ അർത്ഥത്തിനും ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, സുക്കൂനിൽ മാത്രമേ അതിനെ കാണുള്ളൂ, അത് നീട്ടാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയിരിക്കുക. ഇയാളുടെ മഹ്റജ് നാവിൻ്റെ മധ്യഭാഗം അതിൻ്റെ മുകളിലെ അണ്ണാക്കിൻ്റെ കനത്ത ഭാഗവുമായി സ്പർശിക്കുന്നു. അപ്പോൾ സ്പർശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ടച്ച് ചെയ്യുന്നില്ല. അണ്ണാക്കിൻ്റെ കനത്ത ഭാഗവും തമ്മിൽ അല്ലേ, നാവിൻ്റെ മധ്യഭാഗവും അണ്ണാക്കിൻ്റെ കനത്ത ഭാഗവും തമ്മിൽ എന്തുണ്ട്, വലിയ വിടവുണ്ട്. മഹ്റജ് പോയിന്റുകൾ തമ്മിൽ കൂടുതൽ വിടവുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 3 ലെറ്റേഴ്സാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ, ലിസാനിൻ്റെ മധ്യഭാഗത്ത്, നാവിൻ്റെ മധ്യഭാഗത്തുള്ള വസത്തുൽ ലിസാൻ, വസത്തു എന്ന് പറഞ്ഞാൽ മധ്യ, വസത്തുൽ ലിസാൻ, നാവിൻ്റെ മധ്യഭാഗത്ത് നിന്ന് 3 അക്ഷരങ്ങളാണുള്ളത്. ജീം, ഷീൻ, ജീം, ഷീൻ, ഇപ്പോൾ 3 തമ്മിലുള്ള 3ൻ്റെയും പേര് ഹുറൂഫ് ഷജരിയ എന്നാണ്. കാരണം 3ൻ്റെയും മഹ്റജ് പോയിൻ്റ് സെയിം ആണ്. 3ഉം ഒരേ മഹ്റജ് പോയിൻ്റ് പങ്കിടുന്ന 3 അക്ഷരങ്ങളാണ്. ഇതിന് വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിഫാത്ത് പഠിക്കുന്ന സമയത്ത് നമ്മളത് പഠിക്കും, എങ്ങനെയാണ് ഈ അക്ഷരങ്ങൾ തമ്മിൽ വ്യത്യാസമുള്ളത്. ഒരു സിഫ 3 അക്ഷരങ്ങൾക്കും സെയിമാണ്. 3 അക്ഷരങ്ങൾ എന്താണ്, ലൈറ്റ് ലെറ്റേഴ്സാണ്. ഇതിൽ ഹെവി ലെറ്റേഴ്സ് ഇല്ല. ഓക്കെ, ഹെവി ലെറ്റർ ഉണ്ടെങ്കിൽ നാവിൻ്റെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഖാഫിൻ്റെ മഹ്റജ് കണ്ടില്ലേ, ഖാഫിൻ്റെ മഹ്റജിന് നാവിൻ്റെ ബാക്ക് സൈഡിൽ ഉയർന്ന് സെൻട്രൽ പാർട്ടിൽ ഒരു സ്പൂണിൻ്റെ മാതിരി കുഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക ഹെവി ലെറ്റർ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് 3ഉം മഹ്റജ് നാവിനെ ഉയർത്തിയിട്ട് ആ മഹ്റജ് പോയിന്റിലേക്ക് പോകുന്നേ ഉള്ളൂ, വേറെ നാവിന് വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ജീമാണെങ്കിൽ മഹ്റജ് പോയിൻ്റ് ടച്ച് ചെയ്യും, നാവിൻ്റെ നടുഭാഗം മേലെ അണ്ണാക്കിൻ്റെ അല്ലേ, എല്ലുള്ള അണ്ണാക്കിൻ്റെ ഹാർഡ് പാലറ്റിൻ്റെ സെൻറ്ററിൽ തൊടും. ടച്ച് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുക, ജീം. അതിനവിടെ ടച്ച് ചെയ്യാണ്ട് നമ്മൾ ജീമിനെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ജീം അല്ലാതെ ഷീനിലോട്ടുള്ളൊരു ചായ്വിലാണ് നമുക്ക് ഒരക്ഷരം കിട്ടുക. തെറ്റായ രീതിയിലാണ് നമുക്കതിനെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അടുത്തത് ഷീനാണ്. ഷീനാണെങ്കിൽ സെയിം മഹ്റജ് പോയിൻ്റാണ്, നാവിൻ്റെ നടുഭാഗവും ഹാർഡ് പാലറ്റുമാണ്. ഹാർഡ് പാലറ്റ് മേലെ അണ്ണാക്കിൻ്റെ നടുഭാഗവുമാണ്, എല്ലുണ്ണ അണ്ണാക്കിൻ്റെ നടുഭാഗം. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഷീൻ അതിനൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ അടുത്തത് ആണ്. മദ്ദല്ലാത്ത മദ്ദിയല്ല, മദ്ദിയല്ല, ലെറ്റർ അപ്പോൾ ലെറ്റർ യുടെ മഹ്റജും എന്താണ്, നാവിൻ്റെ നടുഭാഗം മേലെ അണ്ണാക്കിൻ്റെ നടുഭാഗത്ത്, എല്ലുള്ള അണ്ണാക്കിൻ്റെ അല്ലെങ്കിൽ
ഹാർഡ് പാലറ്റിൻ്റെ സെൻറ്ററിലാണ് ടച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ടച്ച് ചെയ്യുന്നില്ല, എന്തുണ്ട്, ഒരു കൂടുതൽ ഗ്യാപ്പ് ഉണ്ട്. ഈ 3 അക്ഷരത്തിലും കൂടുതൽ ഗ്യാപ്പുള്ളത് യാക്കാണ്. യാ യാ യാ. ടച്ച് ചെയ്യുന്നില്ലെങ്കിലും ഈ മാരേജ് പോയിന്റുകൾ തമ്മിൽ എന്തുണ്ട്, ഒരു ബോണ്ട് ഉണ്ടാവും. അപ്പോഴാണ് നമുക്ക് അക്ഷരം പുറത്തേക്ക് ഉണ്ടാകുന്നത്, അക്ഷരം രൂപപ്പെടുന്നത്. അങ്ങനെയാണ് യാ യാ. ഓക്കെ. ജീം ഷീൻ യാ. അപ്പോൾ നമ്മൾ 3 അക്ഷരങ്ങളാണ് ഇന്ന് പഠിച്ചത്. ഇപ്പോൾ ടോട്ടലി നമ്മൾ നാവിൻ്റെ 5 അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് നമ്മൾ പഠിക്കുക, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ എല്ലാ അക്ഷരങ്ങളും നാവിലും ഇന്ന് നമ്മൾ പഠിച്ചല്ലോ, 10 മഹ്റജിൽ നിന്ന് 18 അക്ഷരങ്ങൾ വരുന്നുണ്ട്. 5 എണ്ണം നമ്മൾ പഠിച്ചു അല്ലേ. ഖുസ്വൽ ലിസാനിൽ നിന്നുള്ള ഖാഫ് കാഫ്, വസത്തുൽ ലിസാനിൽ നിന്നുള്ള ജീം ഷീൻ യാ. ഇങ്ങനെ 5 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളതും ഇൻഷാ അല്ലാഹ് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് പഠിക്കും. ഓക്കെ. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. വിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങളാണ്. നമ്മൾ എന്തിനാണ് ഇത് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാവിനെ നമ്മൾ ഖുർആൻ പാരായണത്തിൽ വരുന്ന മിസ്റ്റേക്കിൽ നിന്നും അല്ലേ, തെറ്റുകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് എന്ത് ചെയ്യുക, മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നമ്മളിത് പഠിച്ചെടുക്കുക. എന്താ കാരണം വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ബുക്കിന് വേണ്ടിയിട്ടല്ല ഒരു പ്രയത്നം നടത്തുന്നത് അല്ലേ. സാധാരണ ബുക്കുകളും വിശുദ്ധ ഖുർആനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലേ. നമ്മളും അള്ളാഹു സുബ്ഹാനഹു വ തആലയും തമ്മിലുള്ള വ്യത്യാസമാണത്. സാധാരണ ബുക്കുകൾ മനുഷ്യന്മാരതാണ് അല്ലേ. വിശുദ്ധ ഖുർആൻ ആരുടേതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്നതാണ് അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി അല്ലേ, നമുക്ക് വേണ്ടി ഇറക്കി തന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ബഹുമാനിച്ച് അല്ലേ, അതിലുള്ള അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയിൽ വേണം നമ്മളിത് പഠിച്ചെടുക്കാനായിട്ട്. ഓക്കെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിലുള്ള അക്ഷരങ്ങൾ ശരിയായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാനും അതേപോലെ തന്നെ ശരിയായ രീതിയിൽ അതിനെ ഉച്ചരിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.